بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال نبيكم صلى الله عليه وسلم: أحب الله لما يغضوكم من نعمه، وأحبوني لحب الله، وأحبوا أهل بيتي لحبي. صدق شفيعنا رسول الله صلى الله عليه وسلم. بنور رسول الله أشرقت الدنا، ففي نوره كل يجيء ويذهب. براه جلال الحق للخلق رحمة، ففي بده كل الورى يتقلب. بدا مجده من قبل نشأة آدم، فأسماؤه في العرش من قبل تكتب. بمبعثه كل النبيين بشرت، فما مرسل إلا له كان يخطب. صلاة وتسليم وأزكى تحيته على المصطفى المختار خير البرية. സമാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി അവിടുത്തെ മഹത്വങ്ങൾ, അധ്യാപനങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പറയുകയും പഠിപ്പിക്കപ്പെടുകയും അതിനുവേണ്ടി പ്രത്യേകം സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഓരോ മനുഷ്യനും, മുസ്ലിം എന്നല്ല, ഓരോ മനുഷ്യനും
ഏറ്റവും അധികം പഠിക്കേണ്ടത് പഠിച്ചാൽ തീർക്കാൻ കഴിയാത്ത ഒരു വിശുദ്ധ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് മാത്രമാണ്. എല്ലാവർക്കും ആ ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും മറ്റുള്ളവർക്ക് കൈമാറാനും നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ മാത്രമാണുള്ളത്. ജൂതന്മാർ, ക്രൈസ്തവർ, ബഹുദൈവാരാധകർ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് മക്കയിലുള്ള മുശ്രിക്കുകൾ മദീനയിലുള്ള പണ്ഡിതന്മാരോട്, പുരോഹിതന്മാരോട്, ഞങ്ങളുടെ നാട്ടിൽ ഒരു റസൂല് വന്നിട്ടുണ്ട്, ഒരുപാട് വിസ്മയിപ്പിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളോട് പറയുകയും ഓരോ ദിവസവും ആളുകൾ ഒറ്റക്കും കൂട്ടമായും അവിടുത്തെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് റസൂലാണെന്ന് തിരിച്ചറിയാൻ നിങ്ങളെ പക്കൽ വല്ലതുമുണ്ടോ എന്ന് അന്നത്തെ ജൂത പണ്ഡിതന്മാരോട് മക്കയിലെ മുശ്രിക്കുകളിൽപ്പെട്ട കുറച്ചാളുകൾ പോയി ചോദിച്ചു. അവർ പറഞ്ഞു, യഥാർത്ഥ റസൂലാണെന്ന് തിരിച്ചറിയാൻ പഴയകാല ഗ്രന്ഥങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട 3 പ്രധാന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ആ റസൂലിനോട് ചോദിക്കുക. യഥാർത്ഥത്തിൽ അത് റസൂലാണെങ്കിൽ ചോദിക്കപ്പെടുന്ന 2 വിഷയങ്ങൾക്ക് കൃത്യമായി മറുപടി പറയും. ഒരു വിഷയത്തിന് മറുപടി പറയാതെ അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ പോയി ചോദിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു നാട്ടിൽ നിന്ന് വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ട് ബഹുദൂരം യാത്ര ചെയ്ത് അന്നത്തെ രാജാവിന്റെ ശ്രദ്ധയിലൊന്നും പെടാതെ താമസിച്ച, പഴയകാലത്ത് ജീവിച്ച കുറച്ച് ചെറുപ്പക്കാരുണ്ട്. അവരെ പറ്റി പറഞ്ഞു തരണം. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ലോകം മുഴുവനും പാശ്ചാത്യ ദേശങ്ങളും പൗരസ്ത്യ ഭാഗങ്ങളും അടക്കം എല്ലാ ഭാഗത്തേക്കും സഞ്ചരിച്ച് എല്ലാ ഭാഗത്തെയും ഭാഷയും ജനങ്ങളെയും അറിയുന്ന, അവരൊക്കെ ഭരിച്ച നല്ല തന്ത്രജ്ഞനായ ഒരു ഭരണകർത്താവുണ്ടായിരുന്നു മുൻഗാമികളിൽ. അദ്ദേഹത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ? മൂന്നാമത്തെ ചോദ്യം, ഓരോ ജീവനുള്ള വസ്തുവിലും അല്ലാഹു സ്രഷ്ടാവ് റൂഹിനെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് റൂഹ്? ഇങ്ങനെ 3 ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞു വിടുന്നത് മദീനയിലെ ജൂത പണ്ഡിതന്മാരാണ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും ഒരുപാട് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അടയാളങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ് ആഗതനായിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്.
പക്ഷേ വിശ്വസിക്കാൻ മുന്നോട്ട് വരാതിരുന്നത് അവരാഗ്രഹിച്ചിരുന്നൊരാഗ്രഹം നടക്കാത്തത് കൊണ്ട് അവരെ മനസ്സിൽ അസൂയ മൂത്തുപോയി. ജൂതന്മാർക്ക് കൃത്യമായിട്ടും അറിയാം ആഗതരായിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെയാണ് അവർ 3 ചോദ്യം ചോദിക്കാൻ വേണ്ടി മക്കക്കാരെ പറഞ്ഞു വിടുന്നത്. മക്കയിലുള്ള ആളുകൾ മക്കയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വന്ന് 3 ചോദ്യം ചോദിച്ചു. വളരെ കൃത്യമായിട്ടായിരുന്നു തങ്ങളെ മറുപടി. ഒന്നാമത്തെ ചോദ്യം ഗുഹാവാസികളെ സംബന്ധിച്ചാണ്. അസ്ഹാബുൽ കഹ്ഫ്. ആ അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച്, ഗുഹാവാസികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി അവരുടെ സന്ദേശവും അവർക്ക് അല്ലാഹു നൽകിയ ബഹുമാനങ്ങളും എല്ലാം വിശദീകരിച്ചു കൊടുത്തു. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. കൃത്യമായും വളരെ സത്യമായും അവരുടെ ചരിത്രങ്ങൾ നാം വിവരിച്ചു തരും. അങ്ങനെ ധാരാളം ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് അത് വിശദീകരിച്ചു. കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യമായി നമ്മോട് ജൂതപണ്ഡിതന്മാർ പറഞ്ഞ വിഷയം ഇത് തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു രാജാവിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ. രാജ്യം അടക്കി ഭരിച്ച ദുൽഖർനൈൻ രാജാവിനെ കുറിച്ച് അവർ തങ്ങളോട് ചോദിക്കും. വളരെ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം എന്ന് പറഞ്ഞ് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. ആ രാജാവിന് അല്ലാഹു നൽകിയ സംവിധാനം, ആ രാജാവ് നടത്തിയ യാത്രകളിൽ ഉണ്ടാക്കിയ പ്രവർത്തനങ്ങൾ, ആ രാജാവ് ചെയ്ത വലിയ സേവനം, ലോകത്തുള്ള ജനങ്ങൾക്കുള്ള വലിയ സുരക്ഷ എല്ലാം വിശദീകരിച്ചു കൊടുത്തു. ആ രാജാവിന്റെ അറിവും കഴിവും, ആ രാജാവിന്റെ ധൈര്യവും സ്ഥൈര്യവും ഒക്കെ പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു റൂഹിനെ പറ്റി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് നൽകിയ മറുപടി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റൂഹ് എന്റെ റബ്ബിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്, തങ്ങൾ പറഞ്ഞേക്കണം. അത് അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത്ര മനസ്സിലാക്കാനുള്ള കഴിവേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്നർത്ഥം. മൂന്നും കൃത്യമായി വിവരിച്ചു കൊടുത്തു. വിവരണം കേട്ടപ്പോൾ വളരെ സത്യസന്ധമായിട്ടാണ് ജൂതപണ്ഡിതന്മാർ പറഞ്ഞത്. കൃത്യമാണ്. ഈ വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്. പിന്നെയും വിശ്വാസികൾ കൂടിക്കൂടി വരികയാണ്. ചോദ്യകർത്താക്കളിൽ പലരും വിശ്വസിക്കാൻ പിറകോട്ട് നിന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജ്ഞാനങ്ങൾ വിതറിക്കൊടുത്ത് ജനങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ധാരാളം പകർന്ന് പഠിപ്പിച്ചു കൊടുത്ത് അവരിൽ ബാധിച്ചിരിക്കുന്ന അന്ധത പാടെ ഘട്ടം ഘട്ടമായി തങ്ങൾ അകറ്റി നിർത്തി. വിശുദ്ധ ദീനിലേക്ക്, അള്ളാഹുവിലേക്ക് ജനങ്ങളെ വഴി നടത്തിയത് എന്തെങ്കിലും പ്രകോപനങ്ങളിലൂടെയോ അല്ല. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ അവർക്ക് ഓതിക്കൊടുത്ത് എല്ലാവർക്കും ആവശ്യമായ ഇൽമ്, അറിവ് പഠിപ്പിച്ചു കൊടുത്ത് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിനെ പറ്റിയും അള്ളാഹുവിന്റെ അടയാളങ്ങളെപ്പറ്റി ചിന്തിക്കാത്ത ആളുകൾക്ക് ആകാശഭൂമികളിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന സൃഷ്ടിജാലങ്ങളെ കുറിച്ച്, മനുഷ്യൻ കാണാത്തൊരു ലോകമുണ്ട്, പാരത്രിക ലോകം. പാരത്രിക ലോകത്തെ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചും ജനങ്ങളെ മനസ്സിലേക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ ആ വിവരണങ്ങളിൽ മനസ്സുണർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആളുകൾ വന്ന് വീണ്ടും വീണ്ടും കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത് ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് ജ്ഞാനം നൽകുക മാത്രമല്ല, വയുസക്കീഹിം, അന്നത്തെ പുരുഷന്മാരെയും സ്ത്രീകളെയും അവിടുന്ന് സംസ്കരിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ദുസ്വഭാവങ്ങളും
ഏറ്റവും വലിയ മൂർധന്യ ദശയിൽ നിന്ന കാലം 6-ാം നൂറ്റാണ്ടാണ്. 6-ാം നൂറ്റാണ്ടിലുള്ള തഴച്ചു വളർന്ന കാര്യങ്ങൾ പലതും ലോകാവസാനത്തിന്റെ ഭാഗമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. 6-ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും വലിയ അസാൻമാർഗിക പ്രവണതകൾ ഉണ്ടായിരുന്നത്. സ്വന്തം ഉപ്പയെയും ഉമ്മയെയും എതിരാളികളായി കാണുന്ന മക്കൾ അവരെ കൊല്ലുന്നതിനും കുഴിച്ചു മൂടുന്നതിനും ഒരു മടിയും കാണിക്കാത്ത അവസ്ഥ. സ്ത്രീ സമൂഹത്തോടും കുട്ടികളോടും വിധവകളോടും അനാഥകളോടും ഏറ്റവും വലിയ അക്രമങ്ങൾ കാണിച്ചിരുന്ന അവസ്ഥ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനേറ്റവും വലിയ മാറ്റം വരുത്തിയത് അവരെ മനസ്സ് വൃത്തിയാക്കിക്കൊണ്ടായിരുന്നു. മദ്യം കൂലങ്കുത്തൊഴുകിയ ആ നാടുകളിൽ നിന്ന് മദ്യപാനം മുഴുവനും നിർത്തലാക്കി മദ്യത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായി വർത്തിച്ചിരുന്ന ആളുകൾക്ക് മാനസികമായും ശാരീരികമായും അതിനോട് ഏറ്റവും വലിയ വിരക്തിയും വെറുപ്പും ഉണ്ടായി. ഒരിക്കലും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ അതിലേക്ക് അടുക്കാത്ത വിധം അവർ ദൂരെയായി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത് അതിന്റെ ദൂഷ്യവശങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു. വ്യഭിചാരം, വേശ്യാവൃത്തി, അത് നടത്താത്ത അല്ലെങ്കിൽ അത് സംഭവിക്കാത്ത പ്രദേശങ്ങൾ, വീടുകൾ, കുടിലുകൾ അന്ന് കുറവായിരുന്നു. ജനങ്ങൾ അതിൽ നിന്ന് മുക്തമാക്കി ആ ഒരു മനസ്ഥിതിയിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ ശുദ്ധി വരുത്തി അതേറ്റവും വൃത്തികെട്ട ഒരു ചെയ്തിയാണെന്ന് ഉൾക്കൊള്ളുന്ന വിധത്തിൽ തങ്ങൾ നന്നായി പഠിപ്പിച്ചു. ആശയങ്ങളാണ് പകർന്നു കൊടുത്തത്. എന്നിട്ട് ജനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു. സംസ്കരിച്ച് വീണ്ടും വീണ്ടും വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നേരത്തെ ഏറ്റവും വലിയ മാർഗഭ്രംശത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അപമാനമായിരുന്നു അന്നത്തെ ആളുകൾക്ക്. അവർക്കിടയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെൺകുട്ടികളെ വളർത്തി സ്നേഹം നൽകി അവർക്ക് ഏറ്റവും നല്ല ഇൽമും അദബും തഖ്വയും പഠിപ്പിച്ച് പെൺമക്കളെ എങ്ങനെ വളർത്തണമെന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് ആ പെൺകുട്ടികൾക്ക് സ്നേഹം നൽകേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു. മക്കൾക്ക് എങ്ങനെയാണ് വാത്സല്യം കൊടുക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരക്കുട്ടികൾക്ക് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് നൽകിയിരുന്ന സ്നേഹവായ്പകൾ അത് കാണുമ്പോൾ പലരും അന്തം വിട്ട് നോക്കി നിൽക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണോ മക്കളെ സ്നേഹിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയാണ് മക്കളെ സ്നേഹിക്കേണ്ടത്. അവരെ പരിഗണിക്കേണ്ട എല്ലാ തലങ്ങളിലും അവരെ പരിഗണിച്ചു. ബഹുമാനിക്കേണ്ട തലങ്ങളിലൊക്കെ അവരെ ബഹുമാനിച്ചു. ഖുതുബയോദിക്കൊണ്ടിരിക്കുന്ന മിമ്പറിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വരുമ്പോൾ തങ്ങൾ താഴോട്ടിറങ്ങിയിട്ട് ആ രണ്ട് മക്കളെയും ഒന്ന് അണച്ചുകൂട്ടി പിടിച്ച് രണ്ട് ഇരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഖുതുബ ആരംഭിക്കുകയാണ്. ജനങ്ങളോട് പ്രഭാഷണം വീണ്ടും നടത്തുകയാണ്. അവര് വരുമ്പോൾ ആ രണ്ട് മക്കളെയും തങ്ങൾ വാത്സല്യപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അടുത്തിരുത്തുകയാണ്. ഭക്ഷണം കഴിക്കുന്ന വേളയിൽ മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും ജനങ്ങൾക്ക് അന്യമായിരുന്ന അവസ്ഥകളൊക്കെ നല്ല സ്വഭാവങ്ങളാക്കി അവരെ പഠിപ്പിച്ചു. അല്ലാഹു തആല ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ, ലോകത്തിന് പഠിപ്പിക്കുമ്പോൾ ആദ്യമായി അല്ലാഹു പറഞ്ഞ വിഷയം അതാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽപ്പെട്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു മഹത്തായ ദൂതൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ലഖദ് ജാഅകും റസൂൽ, എത്ര മഹത്വങ്ങൾ നിങ്ങൾ എണ്ണി പറഞ്ഞാലും ആ മഹത്വങ്ങൾ വിശദീകരിക്കാൻ തീർക്കാൻ കഴിയാത്ത വിധം വലിയ മഹത്വമുള്ള ഒരു നേതാവ്. ലഖദ് ജാഅകും റസൂലുൻ, വലിയ മഹത്വമുള്ള ഒരു റസൂല് വന്നിരിക്കുന്നു. ഇതുപോലെ മഹത്വമുള്ള ഒരു റസൂലിനെ അല്ലാഹു വേറെ നിയോഗിച്ചിട്ടില്ല.
ഇതുപോലെ മഹത്വങ്ങൾ നൽകപ്പെട്ട, ബഹുമാനങ്ങൾ നൽകപ്പെട്ട ഒരു ദൂതനെ അള്ളാഹു വേറെ നിയോഗിച്ചിട്ടില്ല. ആ റസൂലിന്റെ ഒരു പ്രവർത്തനം ഒരു സമയം കണ്ടാൽ, റസൂലിന്റെ ഒരു വാക്ക് ഒരു സമയം കേട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നടന്നാൽ റസൂലാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും വിധം വലിയ അടയാളങ്ങൾ അല്ലാഹു റസൂലിൽ നൽകിയിരിക്കുന്നു. റസൂലാണ് എന്ന് പ്രത്യേകം ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കൂടെ നടക്കുന്നവർക്ക് മുഴുവനും അറിയും ഇത് റസൂലാണ്. എങ്ങനെ മനസ്സിലാകും? സഹോദരങ്ങളെ, പകലിലാണോ നടക്കുന്നത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ നടക്കുമ്പോൾ യുളല്ലിലുൽ ഗമാമ, മേഘം തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നു. 40 വയസ്സിന് ശേഷമാണ് എന്ന് ധരിക്കരുത്. കുട്ടിക്കാലത്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്നതിനും വളർത്തുന്നതിനും ത്വായിഫിലേക്ക് കൊണ്ടുപോയപ്പോൾ 2 വയസ്സ് പ്രായം കഴിഞ്ഞ ശേഷം മറ്റു മക്കളോടൊപ്പം ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്നിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പോകാൻ താല്പര്യം കാണിച്ചപ്പോ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ മക്കളെ വിളിച്ചു പറയുന്നു, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിളിച്ചു പറയുന്നു, മക്കളെ, നിങ്ങളെല്ലാവരും ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്നിടത്ത് നിൽക്കുമ്പോ എന്റെ ഈ കുട്ടിയെ അഥവാ അൽ അമീനെ നിങ്ങൾ നല്ലൊരു തണലുള്ള സ്ഥലത്ത് നിൽക്കണം. നല്ല തണല് നോക്കിയിട്ട് അവിടെ നിങ്ങൾ ഇരുത്തണം. ഒരിക്കലും വെയിൽ കൊള്ളിക്കരുത്. അപ്പയാണ് ശൈമാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഉമ്മാ, എന്താണ് നിങ്ങൾ പറയുന്നത്? ആ പൊന്നുമോനില്ലേ ഒരിക്കലും വെയിൽ കൊള്ളാറില്ല. എവിടെയാണോ പോകുന്നത് അവിടെ മേഘം തണലിട്ട് കൊടുക്കുന്നു. എവിടെ ഇരുന്നാലും എവിടെ നടന്നാലും മുകളിൽ ഒരു മേഘം തണലിട്ട് കൊടുക്കുന്നു. എത്ര ചൂടുള്ള വെയിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് അത് സ്പർശിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും വെയിൽ കൊള്ളും, പക്ഷേ അൽ അമീന് വെയിൽ കൊള്ളുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നിൽക്കുന്നിടത്ത് മേഘം നിൽക്കുന്നു. തങ്ങൾ നടക്കുകയാണോ? കൂടെ മേഘം നടക്കുകയാണ്. അപ്പോൾ കാണുന്ന ആളുകൾക്ക് അറിയാം ഇതൊരു റസൂല് തന്നെയാണ്. അതുകൊണ്ടല്ലേ കുട്ടിക്കാലത്ത് അബൂ ത്വാലിബിന്റെ കൂടെ വിവിധ യാത്രകൾ നടത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വൃക്ഷച്ചുവട്ടിൽ ഇരുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല പലതവണ യാത്രകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല പുരോഹിതന്മാരുടെ വീട്ടിലേക്കും ഭക്ഷണം കഴിക്കാൻ പോകാതെ കൂടെയുള്ള യാത്രക്കാരോട് നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ, ഞാൻ ഈ മരച്ചുവട്ടിൽ ഇവിടെ വിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞവരെ ഭക്ഷണത്തിന് വേണ്ടി വിടുമ്പോ അതേ പുരോഹിതന്മാര് ചോദിക്കുന്നു, നിങ്ങളെ കൂടെ ഇനി ഭക്ഷണം കഴിക്കാൻ യാത്രക്കാരിൽ വന്നവരിൽ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളെ കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട്, ഭക്ഷണം വേണ്ടാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നുണ്ട്. ആ കുട്ടിയെ എനിക്കൊന്ന് കാണണം. കാണാൻ വേണ്ടി വരുമ്പോൾ പുരോഹിതന്മാര് കാണുന്നത് മരച്ചില്ലകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വണങ്ങിക്കൊടുക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒട്ടകങ്ങളും മാൻപേടകളും ആടുകളും തങ്ങളെ മുന്നിൽ വണക്കത്തോടെ വിധേയപ്പെട്ടുകൊണ്ട് വന്നു നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. മരച്ചുവട്ടിൽ നിന്ന് തങ്ങളൊന്ന് എഴുന്നേറ്റ് കുറച്ചങ്ങ് നടക്കുമ്പോ മേഘം തണലിട്ട് കൊടുക്കുന്നു. അപ്പോഴാണ് പുരോഹിതന്മാര് ചോദിക്കുന്നത്, ഈ കുട്ടി ആരുടേതാണ്? അബൂ ത്വാലിബിനോട് ചോദിക്കുന്നു, ഈ കുട്ടി ആരുടേതാണ്? ഈ കുട്ടിയുടെ പിതാവ് ആരാണ്? അബൂ ത്വാലിബ് പറയുന്നു, ഈ കുട്ടിയെ സംരക്ഷിക്കുന്നത് ഞാനാണ്. നിങ്ങളാണോ ഉപ്പ? ഉപ്പ ഞാനല്ല. ഈ കുട്ടിയുടെ ഉപ്പ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, ഉപ്പ ജീവിച്ചിരിപ്പില്ല. ഞാൻ ആ ഉപ്പയുടെ സഹോദരനാണ്. എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, പുരോഹിതന്മാര് പറയുന്നു, ഞങ്ങൾക്ക് ബോധ്യമാകുന്നത്, ഹാദൻ നബിയുൽ മുൻതളറു അൽ മബ്ഊസു ആഖിറസ് സമാൻ, അവസാന കാലഘട്ടത്തിൽ നിയുക്തനാക്കപ്പെടുന്ന
ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നബി ഇത് തന്നെയാണ്. ഇനി വേറൊന്നും അന്വേഷിക്കാൻ പോകണ്ട. എല്ലാവർക്കും തിരിച്ചറിയും അവിടുന്ന് റസൂലാണ്. ലഖദ് ജാഅകും റസൂൽ, നിങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിന്റെ റസൂല് വന്നിരിക്കുന്നു, ദൂതൻ വന്നിരിക്കുന്നു. റസൂല് എന്ന് നിരുപാധികം പറഞ്ഞാൽ ആരാണ് സഹോദരങ്ങളെ? റസൂലുള്ളാഹി എന്ന് പറയേണ്ട റസൂല് റസൂല് എന്ന് മാത്രം പറഞ്ഞാൽ അത് ഒരു വ്യക്തിയിലേക്ക് മാത്രമേ മടങ്ങുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മാത്രമാണ് അത് മടങ്ങുന്നത്. വേറെ ആരിലേക്കും അത് മടങ്ങുകയില്ല. കാരണം റിസാലത്തിന്റെ ഏറ്റവും വലിയ ബഹുമതികൾ അള്ളാഹു നൽകിയിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. എന്താണ് റസൂല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾക്ക് ഓരോ കാലഘട്ടങ്ങളിലും ആവശ്യമായ നിയമങ്ങളും വ്യവസ്ഥകളും ഓരോന്നും പഠിപ്പിക്കുന്ന, ഏറ്റവും പുതിയ കാലോചിതമായ അനുയോജ്യമായ നിയമങ്ങൾ പഠിപ്പിക്കുന്ന, മുൻകാലത്തുള്ള ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി നല്ല നിയമങ്ങൾ പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ നബിയാണ് റസൂല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്തുള്ള നബി, ആ നബി പറയുന്ന ഓരോ കാര്യങ്ങളിലും ജനങ്ങൾക്ക് പഠിക്കാനും പകർത്താനും ധാരാളം വിഷയങ്ങളുണ്ട്. വെറുതെ ഒരു വാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പുറപ്പെടുകയില്ല. വെറും വാക്ക് ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും അവിടുന്ന് ഉരിയാടുകയില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലാണ്. എന്ത് സംസാരിക്കുന്നുണ്ടോ ആ സംസാരിക്കുന്നതൊക്കെ ആവശ്യമായത് മാത്രമാണ്. എന്താണ് തങ്ങൾ പറയുന്നതെങ്കിലും അത് ഭൗതിക ജീവിതത്തെ കുറിച്ചാണെങ്കിലും കച്ചവടത്തെ പറ്റിയാണെങ്കിലും യാത്രയെ പറ്റിയാണെങ്കിലും ഒക്കെ ആവശ്യമുള്ളതാണ്. ആവശ്യമില്ലാത്തൊരൊറ്റ സംസാരവും റസൂലിൽ നിന്നുണ്ടാവുകയില്ല. ആ സംസാരം കൊണ്ട് തന്നെ, പ്രകൃതം കൊണ്ട് തന്നെ, ബാഹ്യതലത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും അള്ളാഹുവിന്റെ റസൂലാണ്. കുട്ടിക്കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം കേട്ടിട്ട് അബ്ബാസ് എന്നവർ പറഞ്ഞു, തങ്ങളെ റസൂലാണെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട്. അബ്ബാസ് എന്നവർ വിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നത് ബദറിന് ശേഷമാണ്. കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്നും നബിയാണെന്നും മനസ്സിലായിട്ടുണ്ട്. എങ്ങനെ? അബ്ബാസ് എന്നവർ പറയുന്നു, എനിക്ക് മനസ്സിലായത് തൊട്ടിലിൽ തങ്ങൾ കിടക്കുന്ന സമയത്ത് ഖമറിനോട്, ചന്ദ്രനോട് തങ്ങൾ സംവദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയായി കിടക്കുമ്പോൾ ചന്ദ്രനോട് തങ്ങൾ സംസാരിക്കുന്നത്, വാനലോകത്ത് ഉദയം ചെയ്തിരിക്കുന്ന ഖമറിനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബ്ബാസേ, അത് ശരിയാണ്, ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് വല്ല വിഷയം കൊണ്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ, എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളോ മറ്റോ വന്ന് കരയാൻ തുടങ്ങുമ്പോ പലപ്പോഴും ഖമറി എന്നെ സാന്ത്വനിപ്പിക്കാറുണ്ട്, സമാധാനിപ്പിക്കാറുണ്ട്. തിരിച്ച് ഞാൻ അതിനോട് മറുപടിയും പറയാറുണ്ട്. അതേ, ചെറിയ രൂപത്തിലല്ല, വലിയ രൂപത്തിൽ തന്നെ. റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു റസൂൽ, അഥവാ നിങ്ങളെ വേദനകളും നിങ്ങളെ യാതനകളും നിങ്ങളെ ആവശ്യങ്ങളും ഒക്കെ പരിഗണിക്കുന്ന, അറിയുന്ന റസൂൽ. മലക്കുകളെ കൂട്ടത്തിൽപ്പെട്ട റസൂലല്ല, ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട റസൂലല്ല. മിൻ അൻഫുസിക്കും, മനുഷ്യരെ, നിങ്ങളെ പ്രകൃതം ആ റസൂലിനും ഉണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരല്ലേ, ആ റസൂലും ഭക്ഷണം കഴിക്കുന്ന നേതാവാണ്. നിങ്ങൾ ഉറങ്ങാറില്ലേ, ആ റസൂലിനും ഉറക്കമുണ്ട്. നിങ്ങൾ ഉണരാറില്ലേ, ആ റസൂലിനും ഉണർവുണ്ട്. നിങ്ങൾക്ക് മാനുഷികമായിട്ടുള്ള അവസ്ഥകളൊക്കെ ആ റസൂലിനും ഉണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കുന്നവരാണ്, ആ റസൂലും വിവാഹം കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും പല ജോലികളും എടുക്കുന്നവരാണ്, ആ റസൂലും ജോലി എടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു റസൂൽ, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കെ സാധാരണ ആളാണെന്ന് കരുതരുത്.
നിങ്ങളെ കൂട്ടത്തിൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനുഷ്യവംശത്തിൽ എന്നാണ്. മനുഷ്യരെ പോലെ സാധാരണ അവസ്ഥകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കരുത്. ഒരൊറ്റ അവസ്ഥയിലും അവിടുത്തേക്ക് സാധാരണത്വമില്ല. എല്ലാ അവസ്ഥയിലും അവിടുത്തേക്ക് അസാധാരണത്വമാണ്. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിക്കാലത്ത് സുബഹിക്ക് തങ്ങൾ എഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ തങ്ങളെ മുഖത്തേക്ക് ഞാൻ നോക്കാറുണ്ട്. ഒരുപാട് തങ്ങളെ പരിചരിച്ച മഹദിയാണ് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ. അബൂ ത്വാലിബിന്റെ വീട്ടിലാകുമ്പോഴും അബ്ദുൽ മുത്തലിബിന്റെ കൂടെയാകുമ്പോഴും തങ്ങളെ പരിചരണത്തിന് ഒരുപാട് ഭാഗ്യം കിട്ടിയ മഹദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇടക്കിടക്ക് സന്ദർശിച്ചിരുന്ന ഉമ്മയാണ് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ. വലിയ ബഹുമാനവും സ്നേഹവും അവിടത്തേക്ക് നൽകിയിരുന്നു. ആ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കട്ടിലിൽ നിന്ന് ഉറക്കം കഴിഞ്ഞ് കുട്ടികൾ എഴുന്നേറ്റ് വരുമ്പോ അവരെ മുഖത്ത് നോക്കിയാൽ അറിയാം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണെന്ന്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്തേക്ക് നോക്കിയാൽ ഉറക്കിന്റെ യാതൊരു അടയാളവും അവിടെ മുഖത്ത് കാണാറില്ല. നല്ല തെളിഞ്ഞ മുഖമാണ്. കണ്ണിന്റെ കുഴിയിലേക്ക് നോക്കിയാൽ കൺപീളകളുണ്ടോ? ഇല്ല. മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിയിട്ടുണ്ടോ? ഇല്ല. നല്ല രൂപത്തിൽ വാർന്നു വെച്ച മുടിയാണ്. മുഖത്ത് നോക്കിയാൽ ഉറക്കിന്റെ അടയാളങ്ങളില്ല. ശരീരത്തിൽ അതിന്റെ ലക്ഷണങ്ങളില്ല. നമ്മൾ ഉറക്കം തികയാതെയോ ഉറക്ക് കുറച്ചുകൂടി വേണ്ട രൂപത്തിലോ എഴുന്നേറ്റാൽ ഹാ ഹാ എന്ന് പറയും. വലുതും ചെറുതുമായ നല്ല കോട്ടുവാഹ അങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഇങ്ങനെ പൊങ്ങും. ഒരിക്കലും അത്തരത്തിലൊരവസ്ഥ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലില്ല. ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഉറങ്ങാതെ തങ്ങൾ എണീറ്റ് വരാണോ എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. മുഖം നോക്കുമ്പോൾ കഴുകിയ രൂപത്തിലുള്ള മുഖം, മുടി നോക്കുമ്പോൾ എണ്ണ തേച്ച് നല്ല വൃത്തിയിൽ വാർന്നു വെച്ച മുടി, ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോ സുഗന്ധം അങ്ങനെ അടിച്ചു വീശുന്നു. സുഗന്ധം പുരട്ടണ്ട, സുഗന്ധം അടിച്ച് വീശിയിട്ടാണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ചുറ്റും ആളുകൾ വന്ന് തമ്പടിച്ചിട്ട് ചോദിക്കും, എന്താണ് ഇവിടെ ഇത്ര വലിയ വാസന, ഇത്ര വലിയ സുഗന്ധം എന്താണ് ഇത്ര വലിയ സുഗന്ധം? ആ വീട്ടിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്നത്. ആ താമസിക്കുന്നതിന്റെ ആ സുഗന്ധം പുറത്തേക്ക് ഇങ്ങനെ അടിച്ചു വീശുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, തങ്ങൾ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് എനിക്ക് വേഗം മനസ്സിലാവും. ഒന്ന് കതക് തുറന്നു വെച്ചാൽ മതി, ജനൽ തുറന്നു വെച്ചാൽ മതി, സുഗന്ധം കൊണ്ട് വീശും. അപ്പൊ ഞാൻ വാതിലിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോ റെഡിയാണ്, തങ്ങൾ വരുന്നു. അവിടുത്തെ ശരീരത്തിന്റെ ബാഹ്യാവസ്ഥയിൽ തന്നെ അത്തർ തേക്കാതെ തന്നെ ആ ശരീരത്തിന് അല്ലാഹു സുഗന്ധം നൽകിയിട്ടുണ്ട്. എല്ലാ അവസ്ഥകളിലും തങ്ങള് മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട റസൂലാണെന്ന് പറയുമ്പോൾ വ്യത്യസ്തത അല്ലാഹു തആല ധാരാളം നൽകിയിട്ടുണ്ട്. പരിശുദ്ധി അല്ലാഹു നൽകിയതിന് കയ്യും കണക്കുമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ സ്വന്തമായി മാർക്കം ചെയ്തത്, ചേലാകർമ്മം നടത്തിയത് 80-ാമത്തെ വയസ്സിലാണ്. ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം, 80-ാമത്തെ വയസ്സിലാണ് ചേലാകർമ്മം നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഉലിത്തു മഖ്തൂനാ, ഞാൻ ജനിച്ചപ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ്. മറ്റൊരാൾ എന്റെ അവസ്ഥയിലേക്ക്, എന്റെ സ്വകാര്യതയിലേക്ക് നോക്കുന്നൊരവസ്ഥ അല്ലാഹു എനിക്കോ മറ്റൊരാൾക്കോ നൽകിയിട്ടില്ല. ആ ഒരു പരിശുദ്ധിയാണ് അല്ലാഹു എനിക്ക് തന്നിരിക്കുന്നത്. മാർക്കം സ്വന്തമായിട്ട് ചെയ്യുമ്പോഴും ഒരാൾ നോക്കണ്ടേ? ആ സ്വന്തമായി ചെയ്യുമ്പോഴും സഹോദരങ്ങളെ സ്വകാര്യതയിലേക്ക് നോക്കണം. പക്ഷേ നോക്കേണ്ട ഒരവസ്ഥ അല്ലാഹു എന്റെ ശരീരത്തിൽ എനിക്കോ മറ്റൊരാൾക്കോ തന്നിട്ടില്ല. എന്നാൽ ഭംഗിയുള്ള വസ്തുക്കൾ വല്ലതും എന്നെ പരിചരിക്കുന്ന ഉമ്മമാർക്ക് എന്റെ ശരീരത്തിൽ പൂശാനുണ്ടോ? ഇല്ല. വമക്ഹൂല,
എന്റെ മുഖം നോക്കിയാൽ സുറുമയിട്ട മുഖമാണ്, അതേ എന്റെ മുടി നോക്കിയാൽ എണ്ണ തേച്ച മുടിയാണ്, നല്ല സന്തോഷമുള്ള ശരീരമാണ്, എവിടെയും ഭംഗിക്ക് വേണ്ടി ഒന്നും പുരട്ടേണ്ടതില്ല, സുറുമ തേക്കേണ്ടതില്ല, എണ്ണ തേക്കേണ്ടതില്ല, ഭംഗി അല്ലാഹു നേരത്തെ തന്നെ തന്നു കഴിഞ്ഞു. എന്റെ ശരീരം എന്റെ മുഖം നോക്കുന്നവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചെന്റെ മുഖത്തേക്ക് നോക്കുകയാണ്, കണ്ണെടുക്കാതെ എന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഉമ്മമാരും വരുന്ന ആളുകളുമൊക്കെ വീണ്ടും വീണ്ടും നോക്കുകയാണ്. അള്ളാഹു നൽകിയ പരിശുദ്ധി എത്രമാത്രം വലുതാണ്. മുലയൂട്ടാൻ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വന്നപ്പോ ഹലീമ റളിയല്ലാഹു അൻഹ നോക്കുന്ന സമയത്ത് ഇനി ആകെ ഒരു കുട്ടി മാത്രമാണ് മക്കയിലുള്ളത്. ആ കുട്ടിയാണെങ്കിലോ യതീമാണ്. പക്ഷേ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നുപോയി കണ്ടു വന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയിൽ ഒരുപാട് മഹത്വം കാണുന്നുണ്ട്. അതൊരു സാധാരണ കുട്ടിയല്ല. കാഴ്ചയിൽ തന്നെ വല്ലാത്തൊരു വേറിട്ട സൗന്ദര്യം, വല്ലാത്തൊരു കമനീയമായ മുഖം, അതുല്യമായ ശരീരം. ഞാൻ ആ കുട്ടിയെ നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്ക് ഈ കുട്ടിയെ ഏറ്റെടുത്താലോ. അബ്ദുൽ മുത്തലിബിനോടൊന്ന് സംസാരിക്കാം. അബ്ദുൽ മുത്തലിബ് മത്താഫിലാണ്. മത്താഫിലേക്ക് ഹലീമ റളിയല്ലാഹു അൻഹ ചെല്ലുന്നു. അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നു, നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് ഹലീമ എന്നാണ്. നിങ്ങളെ കുടുംബം ഏതാണ്? എന്റെ കുടുംബം ബനൂ സഅദ് ഗോത്രമാണ്. എന്റെ കുട്ടിക്ക് വേണ്ട നല്ല 2 ലക്ഷണങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹലീമ എന്ന് പറഞ്ഞാല് സഹനമുള്ള പെണ്ണ് എന്നാണ്. ബനൂ സഅദ് അല്ലേ ഗോത്രത്തിന്റെ പേരം? സഅദ് എന്ന വാക്കിന്റെ അർത്ഥം വിജയം എന്നല്ലേ? വിജയവും അതുപോലെ തന്നെ സഹനവും രണ്ടും വേണം എന്റെ കുട്ടിയെ സംരക്ഷിക്കുന്ന പെണ്ണിന്. അതുകൊണ്ട് എന്റെ കുട്ടിയെ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾക്കായിരിക്കും അല്ലാഹു കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഹലീമ റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ ഒന്ന് എടുത്ത് മാറിലേക്കൊന്ന് ചേർത്ത് വെച്ചപ്പോൾ വലിയ അത്ഭുതം അനുഭവിച്ചു പോയി. അന്ന് വരെ ഒരൊറ്റ തുള്ളി പാല് പോലും വരാതെ ചപ്പിക്കടക്കുന്ന വലത്തെ ഭാഗത്തുള്ള സ്തനഭാഗം വികസിച്ച് തുടുത്തു വരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തങ്ങൾക്ക് നൽകിയ പരിശുദ്ധിയാണ്. ആ ഭാഗത്തേക്കൊന്ന് കിടത്തിയിട്ട് ഹലീമ റളിയല്ലാഹു അൻഹ തങ്ങൾക്ക് പാല് കൊടുക്കുകയാണ്. എന്തേ ബഹുമാനം? മറ്റൊരാള് കുടിച്ച പാല് കുടിക്കേണ്ട നേതാവല്ല ഇത്. ആരും കുടിക്കാത്ത പാലാണ് ഈ നേതാവ് കുടിക്കേണ്ടത്. ആരും കുടിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് കുടിക്കേണ്ടത്. ഇതൊരു സാധാരണ വ്യക്തിത്വമല്ല. ഹലീമ ബീവി റളിയല്ലാഹു അൻഹക്ക് അന്ന് വരെ കുഞ്ഞുങ്ങൾക്ക് പാല് നൽകിയത് ഇടത്തെ ഭാഗത്തുള്ള മുലയിൽ നിന്നാണ്. വലത്തെ ഭാഗത്തെ മുലയിൽ പാലില്ലാതത് ചപ്പിക്കിടക്കുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തങ്ങോട്ട് ചേർത്ത് വെച്ചപ്പോ പാല് നിറഞ്ഞ് കവിഞ്ഞു വന്നു. തങ്ങൾ അതിൽ നിന്ന് മുലപ്പാല് കുടിച്ചു. സാധാരണ ഉമ്മമാരുടെ സ്വഭാവമാണ്, വലത്തെ ഭാഗത്തുള്ള പാല് കൊടുത്താൽ ഒന്ന് ഇടത്തെ ഭാഗത്തേക്ക് കിടത്തും. ഇടത്തെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെരിച്ചു കിടത്തിയപ്പോൾ തങ്ങൾ മുഖം ഇങ്ങോട്ട് തിരിച്ചു കളഞ്ഞു. കാരണം ആ പാല് കുടിക്കുന്നൊരു കുട്ടി അവിടെയുണ്ട്. ആ കുട്ടി കുടിച്ചു വെച്ച പാലിന്റെ ബാക്കിയും ഉണ്ട്. എനിക്കതിൽ നിന്നൊരു തുള്ളിയും വേണ്ട. മറ്റൊരാളുടെ വിഹിതത്തിൽ നിന്ന് ഒരു തുള്ളിയും സ്വീകരിക്കുന്ന ആളല്ല ഞാൻ. ഏറ്റവും വലിയ നീതിശാസ്ത്രമാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. എനിക്കായി അള്ളാഹു നൽകിയ പാലില്ലേ, എനിക്കതു മാത്രം മതി. ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. വലിയ ബഹുമാനമുള്ള കുഞ്ഞാണ്. പുറത്തു പോയി നോക്കുമ്പോ കൂടെ കൊണ്ടുവന്ന ഒട്ടകം വളരെ ക്ഷീണിച്ച ഒട്ടകമാണ്. ആ ഒട്ടകത്തിന്റെ അകിടിൽ പാല് നിറഞ്ഞു നിൽക്കുന്നു. ഭർത്താവ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയുന്നു, ഒട്ടകത്തിന്റെ അകിട്ടിലേക്കൊന്ന് നോക്കൂ. നമ്മൾ അതിന്റെ പാലിന്റെ കറവ് നിർത്തിയിട്ട് എത്ര ദിവസമായി? ഇപ്പൊന്ന് നോക്കൂ, ആ ഒട്ടകത്തിന്റെ അകിട്ടിലേക്ക് നോക്കൂ.
നിറഞ്ഞു നിൽക്കുന്ന പാലാണ്. ഹലീമ ബീവിക്കും കുടിക്കണ്ടേ? പാല് കൊടുക്കുന്ന പെണ്ണിൽ പാല് കുടിക്കാൻ കിട്ടണ്ടേ? പാല് കറന്നുകൊണ്ട് ഭാര്യയും ഭർത്താവും പാല് കുടിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്ത് ആ ഒട്ടകത്തിന്റെ മുകളിൽ അങ്ങ് വെച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, ക്ഷീണിച്ചുകൊണ്ട് എല്ലും തോലായി വളരെ വളരെ അധികം വൈകി മാത്രം സഞ്ചരിക്കുന്ന ഒട്ടകം. ക്ഷീണം കൊണ്ടതിന് നടക്കാൻ വലിയ പ്രയാസമുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ ഒട്ടകം അതാ നല്ല സ്പീഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഏറ്റി കുതിക്കുകയാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പ് മക്കയിൽ വന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് നല്ല വാഹനങ്ങളിൽ ത്വായിഫിലേക്ക് പുറപ്പെട്ട സഹോദരിമാര്, ഉമ്മമാര്, അവരുടെ തൊട്ടടുത്ത് ഹലീമ റളിയല്ലാഹു അൻഹ വാഹനവും കൊണ്ട് എത്തിയപ്പോൾ അവർ ചോദിക്കുന്നു, ഹലീമ, കുഞ്ഞിനെ കിട്ടിയോ? അതെ, കുഞ്ഞിനെ കിട്ടി. ഒരു പുതിയ ഒട്ടകം വാങ്ങിയിട്ടാണോ വരുന്നത്? പുതിയ ഒട്ടകം വാങ്ങിയതല്ല. ഈ ഒട്ടകത്തിന്റെ പുറത്ത് ചുമന്നിരിക്കുന്നതാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരമല്ലേ? തങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം അതൊരു സാധാ വാഹനമല്ല. ആ വാഹനത്തിന് അല്ലാഹു വലിയ പവർ നൽകിയിട്ടുണ്ട്, വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്, വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ബുറാഖ് എന്ന് പറയുന്ന വാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറുന്നതിന്റെ മുമ്പ് മക്കയിലെ മതാഫിൽ വെച്ച് ഒന്ന് നാണം കാണിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ബുറാഖേ, നിന്റെ മുകളിൽ കയറാൻ പോകുന്നത് ആരാണെന്നറിയുമോ? ലോകത്തിതുവരെ ഇത്രയും വലിയൊരു നേതാവ് നിന്റെ മുകളിൽ കയറി യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് നാണം കാണിക്കരുത്, നേരെ ചൊവ്വേ നിന്നു കൊടുക്കണം നിന്റെ മുകളിലേക്ക് അങ്ങ് കയറാൻ വേണ്ടി. ബുറാഖ് സംസാരിക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ഞാനിവിടെ നാണം കുണിഞ്ഞത് അല്ലാഹുവിന്റെ റസൂല് കയറുന്നതിന് എനിക്ക് ഭയമുണ്ടായിട്ടല്ല, അതെനിക്ക് വലിയ മഹത്വമാണ്, വലിയ പൊരുത്തമാണ്, സന്തോഷമാണ്. പക്ഷേ തങ്ങൾ എന്റെ ശരീരത്തിൽ കയറി യാത്ര ചെയ്യുന്നതിന്റെ മുമ്പ് എനിക്ക് തങ്ങളൊരു വിഷയം പറഞ്ഞു തരണം. ലിയളുമനലീ അയ്യശ്ഫഅലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവിടുന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന്, ജാമ്യം നിൽക്കണം, എനിക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂല് ജാമ്യം നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബുറാഖേ, നിനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്നതിന് ജാമ്യം നിൽക്കുന്നു. ബുറാഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒതുങ്ങിക്കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ മുകളിൽ കയറി യാത്ര ചെയ്യുന്നു. എന്ത് സന്തോഷമുള്ള യാത്രയാണ്, എന്ത് സ്പീഡുള്ള വാഹനമാണ് സഹോദരങ്ങളെ. അതിന് പ്രത്യേക ഇന്ധനം നിറക്കേണ്ടതുണ്ടോ? രാത്രി സമയത്ത് ടോർച്ചടിച്ചു കൊടുക്കേണ്ടതുണ്ടോ? പ്രത്യേക ലൈറ്റിന്റെ സംവിധാനം വേണോ? നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ലാൻഡ് ചെയ്യുന്നില്ലേ? അവിടെ അല്ലാഹുവിന്റെ റസൂല് ഇറങ്ങിയിട്ടില്ലേ? അങ്ങനെ ആ യാത്ര നേരെ എത്തുന്നത് ബൈത്തുൽ മഖ്ദിസിലേക്കല്ലേ? വലിയ സ്വീകരണം ഏറ്റുവാങ്ങാനല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിന് അല്ലാഹു നൽകിയ ബഹുമാനം ഒരു സാധാരണ ബഹുമാനമല്ല. റസൂലും മിൻ അൻഫുസികും, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിലും വലിയ മഹത്വമുള്ള റസൂലാണ്. ഒരു സാധാരണ മഹത്വമുള്ള റസൂലല്ല, മറ്റു മുർസലീങ്ങളെ പോലെയുള്ള റസൂലും അല്ല, വലിയ മഹത്വമുള്ള റസൂലാണ്. ആ മഹത്വങ്ങൾ മൊത്തം ലോകത്ത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അഖില്ലായ മൻ യുഹ്സി മദിഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തുഖ്റഊ. ഇമാം അഹ്മദ് ശൗഖി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തനങ്ങൾ ഒന്ന് കണക്കാക്കി പറയാൻ ലോകത്താർക്കാ സഹോദരാ കഴിയുക? ലോകത്തൊരു മനുഷ്യനും അതിന് സാധിക്കുകയില്ല. കാരണം എന്തേ? വഫീ മദ്ഹിഹി കുതുബുൻ,
മിനല്ലാഹി തുഖ്റഊ. അവിടുത്തെ മദ്ഹ് ലോകത്ത് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കിതാബുകളായ കിതാബുകൾ മുഴുവനുമാണ്. ഖുർആൻ മാത്രമല്ല, ഇഞ്ചീലും പഠിപ്പിക്കുന്നുണ്ട്, സബൂറും പഠിപ്പിക്കുന്നുണ്ട്, തൗറാത്തും പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട് മക്കയിൽ വെച്ച് മഹാനവറുകളെ കണ്ടപ്പോ അബ്ദുല്ലാഹിബ്നു സലാമേ, നിങ്ങൾ തൗറാത്ത് പഠിച്ച പണ്ഡിതനല്ലേ, എന്നെ പറ്റി തൗറാത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങളെപ്പറ്റി തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഖുർആനിൽ അല്ലാഹു വിശേഷിപ്പിച്ച ഇതേ വിശേഷണം തന്നെ തൗറാത്തിലും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ഷാഹിദാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവിടുന്ന് സാക്ഷിയാണ്. സാക്ഷി വിസ്താരം നടക്കുന്നത് പാരത്രിക ലോകത്താണ്. വമുബശ്ശിറൻ വനദീറാ, എല്ലാ ജനങ്ങൾക്കും തങ്ങൾ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം സഹോദരന്മാർക്ക് മാത്രമല്ല, മുഴുവൻ മനുഷ്യന്മാർക്കും തങ്ങൾ ബഷീറാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബഷീറൻ വനദീറാ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവിടുന്ന് ബഷീറും നദീറുമാണ്. എല്ലാവർക്കും തങ്ങൾ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവെ അംഗീകരിച്ച് വിശ്വസിക്കുന്ന മനുഷ്യന് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അത് വിശ്വസിച്ച് വരുന്ന മുഴുവൻ ആളുകൾക്കുമുള്ളതാണ്. മുന്നറിയിപ്പ് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അല്ലാത്തവർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷണം അള്ളാഹുവിന്റെ കിതാബുകളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര വലിയ മഹത്വമാണ് സഹോദരങ്ങളെ അള്ളാഹു നൽകിയത്. ഒരൊറ്റ നബിക്കും നൽകാത്തൊരു മഹത്വം പറയട്ടെ. ലോകത്ത് നിങ്ങൾ നോക്ക്, മനുഷ്യ വിഭാഗത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സത്യത്തിന് ഉപയോഗിച്ചതാരെയാണ്? സൃഷ്ടിജാലങ്ങളെ ഒരുപാട് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ. ആകാശവും ഭൂമിയും രാത്രിയും പകലും സൂര്യനും ചന്ദ്രനും വ്യത്യസ്ത സമയങ്ങളും അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യ വിഭാഗത്തിൽ അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ചത് ഒരേ ഒരു വ്യക്തിത്വത്തെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമാണ്. 1000 കൊല്ലം ജീവിച്ച മഹാനല്ലേ ആദം നബി അലൈഹിസ്സലാം. 1000-ലധികം വർഷം ജീവിച്ച മഹാനല്ലേ നൂഹ് നബി അലൈഹിസ്സലാം. 400 വർഷം ജീവിച്ച മഹാനല്ലേ ലൂത്ത് നബി അലൈഹിസ്സലാം. 200 വർഷം ജീവിച്ച മഹാനല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇവരാരുടെയും ജീവിതം അല്ലാഹു സത്യത്തിന് മുന്നോട്ട് വെച്ചില്ല. അല്ലാഹു സത്യത്തിന് മുന്നോട്ട് വെച്ച ഒരേ ഒരു ജീവിതം ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. തങ്ങളുടെ ആയുഷ്കാലം തന്നെയാണ് സത്യം. ലഅംറുക, തങ്ങളുടെ ആയുഷ്കാലം തന്നെയാണ് സത്യം. ആ 63 കൊല്ലവും അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ച ഒരു ജീവിതമാണ്. ആ ഒരു ജീവിതത്തിന്റെ പരിശുദ്ധി കണക്കാക്കാൻ അല്ലാഹുവിന്റെ സത്യവാചകം ഒന്ന് തന്നെ ധാരാളമാണ്. 40-ന് ശേഷമുള്ള ജീവിതമല്ല, 63 വർഷം മൊത്തവും പരിശുദ്ധിയും പരിപാവനവും ബഹുമാനങ്ങളും നിറഞ്ഞതാണ്. ഒരിഞ്ച് കുറവില്ലാതെ 40-ന് ശേഷം എന്തെല്ലാം ബഹുമതികളുണ്ട്, എന്തെല്ലാം ശ്രേഷ്ഠതകളുണ്ട്, മഹത്വങ്ങളുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ ആ മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കാണാം. കുട്ടിക്കാലത്ത് കാണുന്ന മഹത്വങ്ങൾ ധാരാളമുണ്ട്. ഒന്ന് നോക്ക് നിങ്ങൾ, 40-ന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സാന്ത്വന പ്രവർത്തനം അത് കുട്ടിക്കാലത്തുണ്ട്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച ഓരോ ദിവസവും
പകല് സമയങ്ങളിൽ രോഗഗ്രസ്തരായ ആളുകൾ വീട്ടിന്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടും. വ്യത്യസ്ത രോഗമുള്ള ആളുകൾ, ശരീരത്തിന് പല ഭാഗത്തും വേദനയുള്ളവർ, ഒടിവ് വന്നവർ, ചതവ് വന്നവർ, പല രൂപത്തിലുള്ളവരുണ്ട്. പക്ഷേ ആ രോഗം ബാധിച്ച ആളുകളെ ശരീരത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെറിയ കുട്ടിയാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് കയ്യിലെടുത്ത് ഒന്ന് കൊണ്ടുപോയി തങ്ങളൊന്നിങ്ങനെ കൈകൊണ്ടൊന്നിങ്ങനെ തൊടുമ്പോഴേക്ക് രോഗം മാറിപ്പോയി. 40 ശേഷമുള്ള ചരിത്രമല്ല പറയുന്നത്, കുട്ടിക്കാലത്ത് മാസം തികയുമ്പോഴേക്ക്. വയസ്സായിട്ടില്ല, ഒരു വയസ്സായിട്ടില്ലതിന് മുമ്പ് തന്നെ അള്ളാഹു നൽകിയ ബഹുമാനം എത്ര വലുതാണ്. മഹദി പറയുന്നു, മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. രോഗം ബാധിച്ച ഒട്ടകങ്ങളെയും ആടുകളെയും കൊണ്ടുവരും. അവരുടെ ശരീരത്തിൽ മേലെ തങ്ങളൊന്നിങ്ങനെ തൊട്ട് ഒഴിയുമ്പോഴേക്ക് രോഗം മാറിക്കിട്ടുന്നു. നടക്കാൻ കഴിയാത്തത് നടന്നു മുന്നോട്ട് നീങ്ങുന്നു. വലിയ ബഹുമാനമല്ലേ അവിടുത്തെ കരസ്പർശത്തിന് അല്ലാഹു നൽകിയത്. 40 ശേഷവും ആ കരങ്ങളെ കൊണ്ട് ഒരുപാട് ബഹുമാനങ്ങൾ പലർക്കും നൽകിയിട്ടില്ലേ? ചെറുതല്ലല്ലോ, ഒന്നും ഒക്കെ വലിയ വലിയ ബഹുമാനങ്ങളാണ്. ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹക്ക് കിട്ടിയ ബഹുമാനം എത്ര വലുതാണ്. ഹിജ്റ പോകുന്ന സമയത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കുടിക്കാൻ എവിടുന്നെങ്കിലും അല്പം പാല് കിട്ടിയാൽ തിരക്കേടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാ അങ്ങകലെ ഒരു വീട് കാണുന്നുണ്ട്, ആ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം നമുക്ക് രണ്ടുപേർക്കും. വീട്ടിലേക്ക് പോയപ്പോ അവിടെ ഒരു പ്രായമുള്ള ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ പേരാണ് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹാ. ആ ഉമ്മയുടെയും ഭർത്താവിന്റെയും ഒക്കെ ഇസ്ലാമിന്റെ വരവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലെത്തിയതൊരു കാരണമായി. രണ്ടുപേരും ആ വീട്ടിലെത്തിയിട്ട് ചോദിക്കുന്നു, കുടിക്കാൻ വല്ല പാലും ഉണ്ടോ? ഉമ്മ പറയുന്നു, ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ ഭർത്താവ് മേയ്ക്കാൻ കൊണ്ടുപോയി. ഇവിടെ നിങ്ങൾക്ക് പാല് തരാൻ ഏതെങ്കിലും ഒരു ആട് വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ കൂട്ടിലതാ ഒരു ആട് കിടക്കുന്നു. ഉമ്മ പറഞ്ഞു, കൂട്ടിലുള്ള ആടോ? അത് ഇന്നോ നാളെ എന്ന് പറഞ്ഞ ദിവസം എണ്ണിക്കഴിയുന്നതാണ്. നടക്കാനും കഴിയില്ല, എഴുന്നേൽക്കാനും കഴിയില്ല, ക്ഷീണിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ ഇടക്കിടക്ക് വന്നു നോക്കും അത് മരിച്ചിട്ടുണ്ടോ, അത്രയും ക്ഷീണുണ്ടതിന്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, ഉമ്മ ആ ആടിനെ ഒന്ന് കറന്നോട്ടെ. ഉമ്മ ഇങ്ങനെ നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ക്ഷീണിച്ച് അവശയായി കിടക്കുന്ന ആടിനെ കറക്കാനോ? ഉമ്മ പറഞ്ഞു, പാല് വല്ലതും കിട്ടുമെങ്കിൽ നിങ്ങൾ കറന്നോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൂട് തുറന്നിട്ട് തങ്ങൾ കൈകൊണ്ടൊന്നിങ്ങനെ തടവിയപ്പോൾ ക്ഷീണം ബാധിച്ച് കിടക്കുന്ന ആട് എഴുന്നേറ്റ് നിന്നു. നടക്കാൻ കഴിയാത്തത് എഴുന്നേറ്റ് നിന്നു. അതിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒരു പുതിയ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ, എല്ല് മാത്രം പുറത്തേക്ക് കണ്ടിരുന്ന ഭാഗത്തൊക്കെ ഇറച്ചി വന്ന് ആരോ ഫിറ്റ് ചെയ്ത് കൊടുത്തതുപോലെ നല്ല ശരീരമായത് തുടുത്തു നിൽക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരൂ. അതേ കൂട്ടിൽ നിന്ന് ആ ആടിനെ പതുക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കി. ഇപ്പതിന് നടക്കാൻ കഴിയും, അതേ എഴുന്നേൽക്കാൻ കഴിയും, എല്ലാ കഴിവും ഉണ്ട്. തങ്ങളൊന്നിങ്ങനെ തടവിയിട്ടേ ഉള്ളൂ. കം അബ്റഅത് വാസിബൻ ബില്ലംസി റാഹതുഹു വഅത്ലഖത് അരിബം മിർ റിബ്ഖതിൽ ലമമി. അവിടുത്തെ കരസ്പർശം കൊണ്ട് മോചനം കിട്ടിയത് എത്ര പേർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രം വെള്ളം കൊണ്ട് അതിന്റെ അകിട്ടിലേക്ക് തെളിക്കുകയാണ്. അകിട് മുഴുവനും വൃത്തിയാക്കിയിട്ട് തങ്ങളതാ അകിടിന്റെ ഭാഗത്തൊന്നിങ്ങനെ തൊട്ട് ഒഴിയുമ്പോഴേക്ക് എല്ലാ ഭാഗങ്ങളിലും പാല് നിറഞ്ഞു കവിയുകയാണ്. ഒരു പാത്രം നിറയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറന്നെടുക്കുകയാണ്. തങ്ങളാണ് ആടിനെ കറക്കുന്നത്. നമുക്കതിൽ വലിയൊരു മാതൃകയുണ്ട്. ആടിനെ കറക്കുന്നത് സുന്നത്താണ് സഹോദരങ്ങളെ. ആടിനെ പോറ്റുന്നതും വളർത്തുന്നതും വലിയ സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറന്നെടുത്ത പാല്, ഒരു പാത്രം നിറയെ ഉള്ള പാല് സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, അതാ ഉമ്മാക്ക് കൊടുക്കൂ, അവര് കുടിക്കട്ടെ. രണ്ടാമതൊരു പാത്രം വേറെ വാങ്ങി വരൂ. രണ്ടാമത്തൊരു പാത്രത്തിലേക്കും തങ്ങൾ കിറക്കുകയാണ്. ഒരൊറ്റ തുള്ളി പാലുമില്ലാതെ വറ്റി വരണ്ട് ഉണങ്ങിയ ശരീരമാണ്. ഇപ്പോഴതാ ശക്തമായി പാലങ്ങ് വരുന്നു. പാല് നിറയെ കറന്നെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും കുടിച്ചു. പാത്രം വീട്ടുകാർക്ക് കൊടുത്തിട്ട് തങ്ങളും സിദ്ദീഖ് തങ്ങളും മദീനയിലേക്ക് നടന്നു നീങ്ങി. ഉച്ചനേരമായപ്പോ ഭർത്താവ് വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഭാര്യയോട്, ഉമ്മു മഅബദ് ബീവിയോട് ചോദിക്കുന്നു, ആരാണ് ഇവിടെ ആടിനെ കെട്ടിയത്? ആരുടെ ആടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഭർത്താവിനോട് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ പറയുന്നു, അത് നമ്മുടെ ആട് തന്നെയാണ്. അപ്പോഴാണ് അദ്ദേഹം കൂട്ടിലേക്ക് നോക്കുന്നത്. കൂട്ടിൽ ആടിനെ കാണുന്നില്ല. നമ്മൾ ആടെങ്ങനെ നടന്നത്? അതെങ്ങനെ തടി വെച്ചത്? അകിടെങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്? ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു, എണ്ണി പറഞ്ഞു. അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു, എങ്കിൽ ഈ ആടിനെ കറന്നതും ഇവിടെ വന്നതും കൂട്ടത്തിൽ നിങ്ങൾ ആ പറഞ്ഞ ആടിനെ കറന്നു എന്ന് പറഞ്ഞ ആ ഒരു മഹാവ്യക്തിത്വമില്ലേ, അത് അള്ളാഹുവിന്റെ റസൂലായിരിക്കും. ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് പറഞ്ഞു, മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സംഭവം പഴയകാലത്തെ ഗ്രന്ഥങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പുരോഹിതന്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ വഴിക്കായിരിക്കും ഹിജ്റ പോയിട്ടുണ്ടാവുക, അവരായിരിക്കും ഈ വീട്ടിലേക്ക് വന്നത്, ആടിനെ കറന്നത്. രൂപഭാവങ്ങളും ശരീരത്തിന്റെ വിഷയങ്ങളും വർണ്ണങ്ങളൊക്കെ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തപ്പോ പറഞ്ഞു, അത് അള്ളാന്റെ റസൂൽ തന്നെയാണ്, വേറെ ആരുമല്ല. പിന്നെ അവര് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചു. സഹോദരങ്ങളെ, ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കണക്കാക്കിയ ആടില്ലേ, ആ ആട് അന്ത്യം കുറിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം മദീനയിൽ താമസിച്ചപ്പോഴും ഈ ആടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലവും ചില്ലറ മാസവും ഭരിച്ചില്ലേ, അപ്പോഴും ഈ ആടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്താണ് ആട് മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശത്തിന്റെ ബറക്കത്ത് അതത്രമാത്രം പരിശുദ്ധി നിറഞ്ഞതാണ്. റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്ക് പ്രയാസം വരുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മളോടുള്ള സ്നേഹമാണ് ആ പറയുന്നത്. ഉമ്മത്തിനോട് ഇത്രയധികം സ്നേഹമുള്ളൊരു നേതാവിനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വേറെ കാണാൻ കഴിയില്ല. ഉമ്മത്തിന് വല്ല പ്രയാസം വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസഹനീയമാണ്. അതുകൊണ്ടല്ലേ ഹദീസുകളെ കൂട്ടത്തിൽ ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് പ്രയാസം വരുമെന്നൊരു പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ അത് കൽപ്പിക്കുമായിരുന്നു, ഇത് കൽപ്പിക്കുമായിരുന്നു. കുറെ കാര്യം നിർബന്ധത്തിൽ നിന്ന് തങ്ങളങ്ങ് മാറ്റി നിർത്തിയത് നമ്മൾ പ്രയാസപ്പെടുന്നവരാകരുത് എന്ന് ചിന്തിച്ചിട്ടാണ്. വിശുദ്ധ റമളാനിലെ തറാവീഹ് നിസ്കാരം പോലും ആ നിലക്കല്ലേ തങ്ങൾ സ്വകാര്യമാക്കി വെച്ചത്. 3 ദിവസം പള്ളിയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ തിരിച്ചു വന്ന് നിസ്കാരം തന്നെ നിസ്കാരം. 1-ാമത്തെ ദിവസം സ്വഹാബത്ത് കുറച്ചാളുകൾ അത് കണ്ട് നിസ്കരിച്ചു. 2-ാമത്തെ ദിവസം കുറച്ചുകൂടി ആളുകൾ കൂടി. 3-ന്റെ അന്നോ 4-ന്റെ അന്നോ ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയ തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിന്റെ ഉള്ളിൽ നിന്നു. പാതിരാത്രി വരെ സ്വഹാബത്ത് പള്ളിയിൽ ഒരുമിച്ചുകൂടി. ഇപ്പോൾ വരുമെന്നവർ പറയുന്നു. പലരും കൂറ്റനക്കുന്നു തങ്ങൾ പുറത്തു വരാൻ വേണ്ടി.
ചെറിയ ശബ്ദത്തോട് അവർ കൂറ്റനക്കുന്നു, തൊണ്ടേനയ്ക്ക് ശബ്ദമുണ്ടാക്കുന്നു. ആരും പുറത്തുനിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഉള്ളിലേക്ക് വിളിക്കൂല. അതൊരു ബഹുമാനക്കേടാണ്. എന്നാലും തങ്ങൾ വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. സുബ്ഹി നിസ്കാരത്തിന് വന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആവേശം ഞാൻ കണ്ടിട്ടുണ്ട്, ആളുകൾ തടിച്ചു കൂടിയതും മനസ്സിലായിട്ടുണ്ട്. ഖശീതു അൻ തുഫ്റള അലൈക്കും, നിങ്ങളെ ആവേശം കൊണ്ട് ഈ നിസ്കാരം ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. ഫർളാക്കിയാൽ നിങ്ങൾക്കൊന്നും വരാനില്ല, പക്ഷേ നിങ്ങളെ ശേഷവും എന്റെ ഉമ്മത്തിൽ ഒരുപാട് ആളുകൾ വരാനുണ്ട്. അവർക്കിത് സഹിക്കാൻ പറ്റിയില്ലെങ്കിലോ, അവർക്കിത് കൊണ്ട് നടക്കാൻ പറ്റിയില്ലെങ്കിലോ തങ്ങളത് ലഘൂകരിച്ചു പോയി. നമ്മെ ആലോചിച്ചല്ലേ 9 പ്രാവശ്യം അല്ലാഹുവിലേക്ക് നടന്നിട്ട് 50 വക്തിന്റെ നിസ്കാരം, 50 വക്ത് നിസ്കാരം ചുരുക്കിയിട്ട് 5 വക്താക്കി തന്നത് നമ്മൾ ആലോചിച്ചാൽ മഹത്വങ്ങളൊന്നും കുറയാത്ത 50 വക്തിന്റെ മഹത്വമുള്ള നിസ്കാരം 5 ആക്കി അവസാനം അല്ലാഹു നിശ്ചയിച്ചില്ലേ? മുൻഗാമികൾക്ക് നിർബന്ധമായിരുന്ന പല നിർബന്ധങ്ങളും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്തിനത് വേണ്ട, എന്റെ ഉമ്മത്തിനത് വേണ്ട എന്ന് പറഞ്ഞ് തങ്ങൾ തിരുത്തിക്കളഞ്ഞു. ധാരാളം വിഷയങ്ങൾ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസം വരുന്നത് അല്ലാഹുവിന്റെ റസൂലിന് അസഹനീയമാണ്. ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പർ വിഷമിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മളെ ഏറ്റവും സ്നേഹിച്ച നേതാവെന്ന നിലക്ക് നമ്മളെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും സഹധർമ്മിണികളെക്കാളും ജീവിത പങ്കാളികളെക്കാളും മക്കളെക്കാളും സ്വത്തിനേക്കാളും വീടിനേക്കാളും ഏറ്റവും അധികം ഖൽബ് കൊണ്ട് സ്നേഹിക്കുകയും അനുധാവനത്തിന്റെ മാർഗങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹം സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനോടാണ്. കാരണം ഇത്രയധികം ഉമ്മത്തിനെ സ്നേഹിച്ചൊരു നേതാവ്, ആ നേതാവിന് സ്നേഹം തിരിച്ചു കൊടുക്കേണ്ടതും ആ നേതാവിന് സ്നേഹം കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഈമാനിന്റെ ബാധ്യതയാണ്, ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ പൂർണ്ണതക്ക് അനിവാര്യമാണ്. ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകിയെന്ന് മാത്രമല്ല, നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. വഫാത്തിന്റെ തൊട്ട് മുമ്പായിട്ട് അല്ലാഹുവിനോട് പറഞ്ഞൊരു വിഷയമുണ്ട്. ഉമ്മത്തിന്റെ വിഷയം പറഞ്ഞപ്പോ, ഉമ്മത്തിന്റെ വിഷയത്തിൽ തങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, എങ്കിൽ അല്ലാഹുവേ ലാ അർളാ, ഞാൻ തൃപ്തിപ്പെടുകയില്ല, ഹത്താ ലാ അർളാ മിൻ ഉമ്മത്തി ഫിന്നാർ, എന്നെ വിശ്വസിച്ച ഒരു അനുയായി നരകത്തിൽ ബാക്കിയുള്ള കാലത്തോളം എനിക്ക് തൃപ്തിയാകൂല. തെറ്റുകുറ്റങ്ങളുടെ പേരിൽ എന്നെ വിശ്വസിച്ചവരാരെങ്കിലും നരകത്തിൽ ബാക്കിയുണ്ടോ, അവരും നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ എന്റെ മനസ്സിൽ തൃപ്തി വരൂല. പൂർണ്ണ തൃപ്തി റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, തങ്ങൾക്ക് തരേണ്ട സ്ഥാനമാനങ്ങൾ ബഹുമാനങ്ങൾ മുഴുവനും റബ്ബ് തരും. ഫതർലാ, എത്ര തരും? തൃപ്തിയാകുന്ന അത്രയും തരും. അപ്പൊ തങ്ങൾ പറഞ്ഞു, എനിക്ക് തൃപ്തിയാകണമെങ്കിൽ എന്റെ ഭാര്യമാര് സ്വർഗത്തിലെത്തിയാൽ പോരാ, എന്റെ മക്കള് സ്വർഗത്തിലെത്തിയാൽ പോരാ, എന്റെ സ്വഹാബിമാര് സ്വർഗത്തിലെത്തിയാൽ പോരാ, എന്നെ കണ്ടിട്ടില്ലാതെ എന്നെ വിശ്വസിച്ച് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പർ നരകത്തിലുണ്ടോ, എന്റെ മനസ്സിന് തൃപ്തിയാകൂല. ഇങ്ങനെ
നമുക്ക് വേണ്ടി പറഞ്ഞൊരു നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഹരീസുൻ അലൈക്കും, ഓ മുഅ്മിനീങ്ങളെ, നമ്മളോട് അവിടുത്തേക്ക് വല്ലാത്ത താല്പര്യമാണ്. ആ താല്പര്യം കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിലെത്താൻ മറ്റു ഉമ്മത്തിലെ സമുദായങ്ങൾക്കൊന്നും അല്ലാഹു നൽകിയിട്ടില്ലാത്ത ഒരുപാട് സുഹൃതങ്ങൾ നമുക്ക് വെച്ച് നീട്ടി തന്നത്, ഒരുപാട് അവസരങ്ങൾ നമുക്ക് തന്നത്, പൂർവീകർക്ക് പലർക്കും കിട്ടാത്ത മഹത്വങ്ങൾ ഈ ഉമ്മത്തിന് എണ്ണി എണ്ണി വാങ്ങി തന്നത് ഹരീസുൻ അലൈക്കും, നമ്മളോടുള്ള വല്ലാത്ത താല്പര്യമാണ്. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളോട് അല്ലാഹുവിന്റെ റസൂല് കൽപ്പിച്ചിട്ടുള്ളൂ. ആരുടെ ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഏതെങ്കിലും സഹിക്കാൻ കഴിയാത്ത, ചിന്തിച്ചാൽ പിടുത്തം കിട്ടാത്ത കാര്യങ്ങൾ അവിടുന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടില്ല, ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പറഞ്ഞിട്ടില്ല. നമ്മളോടുള്ള താല്പര്യം കൊണ്ടാണ്. ലം യംതഹിന്നാ ബിമാ തഅയല്ലു ബിഹി ഇർസൻ അലൈനാ ഫലം നർതബ് വലം നഹിമീ. അതുകൊണ്ട് നമ്മളോട് ഏറ്റവും വലിയ താല്പര്യം, നമ്മൾ സ്വർഗത്തിലെത്തണമെന്നുള്ള താല്പര്യം, നമ്മൾ ഏറ്റവും മുൻപന്തിയിലെത്തണമെന്നുള്ള താല്പര്യം. ലോകത്ത് കഴിഞ്ഞുപോയ ഉമ്മത്തിനേക്കാളും ആയുസ് നമുക്ക് കുറവാണെങ്കിലും നമ്മൾ അവരൊക്കെ മുൻപന്തിയിലെത്തണമെന്ന താല്പര്യം അല്ലാഹുവിന്റെ റസൂലിനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് വല്ലാത്ത വാത്സല്യമുള്ള നേതാവ്, അവരോട് വല്ലാത്ത കാരുണ്യമുള്ള നേതാവ്, മുഅ്മിനായ മനുഷ്യന് ഏറ്റവും വലിയ സ്നേഹം നൽകിയ നേതാവ്, ഒരു മുഅ്മിനിന് ഇത്ര ബഹുമാനം നൽകിയ നേതാവ് വേറെയുണ്ടോ? വിശ്വാസികളോട് ഇത്ര വാത്സല്യമുള്ളത് ആർക്കാണ്? ഈമാനുള്ള മനുഷ്യനാണോ? അവൻ ഏറ്റവും വലിയ ബഹുമാനം നൽകിയത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടല്ലേ വിശ്വാസത്തിന്റെ പേരില് പഴയ കാലത്ത് വിശ്വാസമില്ലാതെ കലഹങ്ങളിൽ മാത്രം കഴിഞ്ഞിരുന്ന സമുദായത്തെ 10 വർഷത്തെ ജീവിതത്തിൽ മദീനയില് ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് ഗോത്രങ്ങളിൽ പഴയ കാലത്ത് 100ഉം 50ഉം 30ഉം 40ഉം വർഷങ്ങളിലായി കുടുംബ കലഹമായിരുന്നു. ഈമാനിന്റെ പേരിൽ അവരെ കോർത്തിണക്കിയിട്ട് തീരെ അസ്വാരസ്യങ്ങളില്ലാതെ, കലഹങ്ങളില്ലാതെ ഒരൊറ്റ മനസ്സുകൊണ്ട് അവരെ ഇണക്കിയെടുത്തത് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികൾ കലഹിക്കാൻ പാടില്ല, അവര് പിണങ്ങാൻ പാടില്ല, അവര് ശത്രുക്കളായി വർത്തിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പകയുള്ളവരാകാൻ പാടില്ല. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ. വിശ്വാസികൾ തമ്മിൽ ഒരു ബിൽഡിംഗ് പോലെ നല്ല സ്നേഹത്തോടെ കെട്ടുറപ്പോടെ ജീവിക്കണം. അത് അവിടുത്തെ താല്പര്യമാണ്. ആ നിലയ്ക്ക് വിശ്വാസികൾക്ക് റഹ്ഫത്തും റഹ്മത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഭാവനയാണ്. ഇങ്ങനെ സ്നേഹമുള്ള ഒരു നേതാവിനെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കണം, നന്നായി വാഴ്ത്തണം, കൂടുതൽ കൂടുതൽ അനുഭവിച്ച് പഠിക്കണം, പഠനമാർഗങ്ങൾ തുടർന്നു കൊണ്ടിരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. ഇവിടെ ധാരാളം പരിപാടികൾ ഇനിയും നടക്കാനുണ്ട്. സമയം ദീർഘിപ്പിക്കുന്നില്ല. ചുരുങ്ങിയ സമയത്ത് ഒരല്പ വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം പഠിക്കണം. പഠിക്കാനുള്ള മാധ്യമങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. ഓരോ ദിവസവും അതിന് പ്രത്യേക സമയം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പഠിക്കേണ്ടത്, അനുധാവനം ചെയ്യേണ്ടത് ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോഴാണ് സ്നേഹം വർദ്ധിക്കുക. നിങ്ങൾക്ക് വേർപിരിയാൻ കഴിയാത്തൊരു കൂട്ടുകാരൻ ഉണ്ടെന്ന് കരുതുക. എന്താ കാരണം? അയാൾ നിങ്ങൾക്ക് വല്ലതും തന്നിട്ടാണോ? ഒന്നും തന്നിട്ടില്ല. പക്ഷെ അയാളെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാം. ആ അറിവുള്ളത് കൊണ്ട് അയാളെ വിട്ടുപിരിയാൻ കഴിയൂല, മറക്കാൻ കഴിയൂല, വിളിച്ചാൽ പോകാതിരിക്കാൻ കഴിയൂല. എന്നാൽ ആ തരത്തിൽ പഠിച്ച് നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. തങ്ങളെ ധാരാളം പഠിക്കുക, വായിക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് കൂടുതൽ കൂടുതൽ ഇൽമ്
അവിടത്തെ കുറിച്ച് നമ്മൾ ആർജിച്ചെടുക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമുക്ക് നല്ല ഇൽമുണ്ടാകണം. ആ ഇൽമിന്റെ പേരിൽ അടുപ്പം വർദ്ധിപ്പിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം അറിവുകൾ ശേഖരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ബറക്കത്തുള്ള മജ്ലിസ് എല്ലാ അർത്ഥത്തിലും ദുആഇന് ഉത്തരമുള്ള നല്ല സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും നല്ല നിശബ്ദതയോടെ, പുരുഷന്മാരും സ്ത്രീകളൊന്നും സംസാരിക്കാതെ, പുറത്ത് കുറെ ആൾക്കാർ കാവൽക്കാരായി നിൽക്കാതെ സദസ്സിലേക്ക് എല്ലാവരും കയറി നിൽക്കുക. എല്ലാവരും സദസ്സിലേക്ക് കയറി നിൽക്കുക. വളണ്ടിയേഴ്സിന്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം എല്ലാവരും നല്ലോണം നിയന്ത്രണമുള്ളവരാണ്. അതുകൊണ്ട് പുറത്ത് ആരെയും ആവശ്യമില്ല. എല്ലാവരും ഉള്ളിലേക്ക് കയറിയിരുന്നതിന്റെ ബറക്കത്ത് സ്വീകരിക്കണം. പുറത്താരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും സദസ്സിൽ കടന്നിരിക്കുക, നിശബ്ദരായി നിൽക്കുക. കുട്ടികളൊന്നും ശബ്ദിക്കരുത്. ആരും ശബ്ദിക്കരുത്. ഒരുപാട് മദ്ഹുകളൊക്കെ ചൊല്ലാനുള്ള സദസ്സാണ്. അതുകൊണ്ട് ആ മദ്ഹിന് വേണ്ടി എല്ലാവരും കാതോർത്ത് ആ സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് ആ മദ്ഹുകൾ കേൾക്കുന്നതൊക്കെ ഒരു ഇബാദത്താണ്. ഇതൊരു ഒരു ഒരു ഹരത്തിന് വേണ്ടി, ടൈം പാസിന് വേണ്ടി മാത്രം കേൾക്കുന്ന ഒരു കേൾവിയാകരുത്. അതിലൊന്നും കിട്ടൂല. നേരം പോക്കിനല്ല ഇത്, പിന്നെ പ്രകീർത്തനമാണ്. കേൾക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മദ്ഹാൻ. ആ നിയ്യത്തിലാണ്. മലയാളത്തിലാണെങ്കിലും ഉറുദുവിലാണെങ്കിലും അറബിയിലാണെങ്കിലും ഒക്കെ പാടുന്നവരെയും പറയുന്നവരൊക്കെ ഖൽബിൽ നിയ്യത്ത് അങ്ങനെ ഉണ്ടാകണം. അല്ലാതെ ഇന്ന് കുറച്ച് 2 മണിക്കൂർ ഇങ്ങനെ പോട്ടെ എന്ന് കരുതിയിട്ടാകരുത്. അതുകൊണ്ട് നല്ല നിയ്യത്തോടെ ഇരുന്ന് എല്ലാം ശ്രവിച്ച് അവസാനം സയ്യിദ് അവറുകൾ ദുആഇന് വരും. ആ ദുആഇലും സംബന്ധിച്ച് നല്ല വൃത്തിയോടെ ഭംഗിയോടെ ഈ സദസ്സ് കാത്തു സൂക്ഷിക്കണം. ബക്കറ്റ് വരുന്നുണ്ട്, അത് പിന്നെ അതിൻ്റെ ഒരു പാരമ്പര്യമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിനെ വേണ്ടി സഹായിച്ച, സഹകരിച്ച, ഇതിങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത, നേതൃത്വം നൽകിയ ഉസ്താദുമാര്, ഇവിടുത്തെ പ്രവർത്തകന്മാര്, മറ്റിതിനു വേണ്ടി ഒത്താശകൾ ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ. ദീനിന്റെ പ്രവർത്തനത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നേതൃത്വം നൽകുന്ന സാദാത്തുക്കൾ, ഉസ്താദുമാര്, മശായിഖുമാർ, അവരുടെ തണല് ഒരുപാട് കാലം ആഫിയത്തോടെ അല്ലാഹു നമുക്ക് ദീർഘിപ്പിച്ചു തരുമാറാകട്ടെ. മുന്നോട്ട് വെച്ച കാര്യങ്ങളിലൊക്കെ അല്ലാഹു തആല വലിയ ബറക്കത്തും ഫത്ഹും സലാമത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലോണം അനുധാവനം ചെയ്ത് അവിടുത്തെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമ്മെയും നമ്മുടെ കുടുംബക്കാരെയും ബന്ധുക്കളെയും ഒക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين.